ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ കാർഡ്സ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ദ എംപ്രസ് ആണ്, നമ്പർ 3. ഓക്കെ, ഇവിടെ വന്നിട്ട് വാട്ട് ഈസ് ഗ്രോയിങ് ആൻഡ് ഇവോൾവിങ് ഇൻ മൈ ലൈഫ് ദാറ്റ് നീഡ്സ് മൈ അറ്റൻഷൻ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില മേഖലയിൽ, ചില ഏരിയയിൽ കുറച്ചും കൂടെ നിങ്ങളുടെ അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അത് എന്തൊക്കെയാണ്, ഏത് മേഖലയിലാണ്, അത് കുറച്ചും കൂടെ നിങ്ങളോട് മനസ്സിലാക്കാനായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ആൻസറാണ് ലഭിക്കുന്നത് അത് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. വാട്ട് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ് ഡു യു ഹോൾഡ് വാല്യൂ ടു. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ മൂല്യം, വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആ ഒരു മൂല്യം, ആ ഒരു വാല്യൂ ചിലപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകാം എനിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യുക. ഇവിടെ സ്പിരിറ്റ് വിസ്പർ വന്നിട്ട് ഡിവൈൻ ഗൈഡൻസ്, ഹയർ നോയിങ് ആണ്. ഇവിടെ ഔൾ സ്പിരിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി വിസ്ഡം ഉണ്ട്, ഒത്തിരി അറിവുള്ള ആൾക്കാരാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിവുള്ള വ്യക്തികളാണ്. പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. അത് എഗെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് പാസ്റ്റിലെ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹീൽ ചെയ്യാതെ വിട്ടേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എംപ്രസ് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിൻ എനർജിയാണ്. ഇവിടെയും നമുക്ക് ഫെമിനിൻ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാനായിട്ട്, നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ശ്രമിക്കുക, പരിപാലിക്കാനായിട്ട് കുറച്ചും കൂടെ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം, ഇത് നേടണം, ഇതുപോലെ മുന്നോട്ട് പോകണം. പക്ഷേ ഒരു ബബിൾ പോലെ ആ ഒരു ആഗ്രഹം ചിലപ്പോൾ റീഡിങ് കാണുന്ന സമയത്ത്, ഇൻസ്പിറേഷണൽ വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു ആഗ്രഹം വരുന്നുണ്ടാകാം, അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കുന്നുണ്ടാകാം. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു എനർജി, അല്ലെങ്കിൽ പെട്ടെന്ന് എനർജി നഷ്ടപ്പെട്ടു പോവുക, പിന്നീട് അതിനോട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരിക, അത് കുറച്ച് പേർക്ക് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ലേൺ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഹയർ ലേണിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടുതൽ ബുക്സ് വായിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡിവൈൻ ഗൈഡൻസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒത്തിരി ഡിസ്ഹോണസ്റ്റിയുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സത്യസന്ധമല്ലാതെ പെരുമാറുന്ന എനർജി. കുറച്ച് പേർക്ക് അത് പാർട്ട്ണർഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ സോൾമേറ്റ് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നമായിരിക്കാം. അതും നിങ്ങളെ കുറച്ചൊരു എന്താ പറയുക, ഒത്തിരി വൂണ്ടഡ് ആയിട്ടുള്ള എനർജിയിൽ നിർത്തുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചൊന്നും അഡ്രസ്സ് ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ എനർജിയും കെയർഫുള്ളാകുക. ചിലപ്പോൾ നിങ്ങളെ ഓവറായിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ടാകാം, ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാകാം, പക്ഷേ പിന്നീട് അവരുടെ ആക്ഷൻസ് വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകാം, എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളിൽ കുറച്ചും കൂടെ ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ഇവിടെ 9 ഓഫ് വോൺസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൂണ്ടഡ് വാരിയറിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത് ഈ ഒരു സമയത്ത് വന്നിട്ട്. അതായത് ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കൺഫ്യൂഷൻസ്, ഒത്തിരി ആൾക്കാരായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങളെ തളർത്തുന്നില്ല. ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ കുറച്ചും കൂടെ വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നൽകുന്ന, ഹാപ്പിനെസ് നൽകുന്ന ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാം, ആരോഗ്യപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, അതിൽ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്.
അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ കറേജിയസ് ആയിട്ട്, കുറച്ചും കൂടെ ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഡിസിഷൻസ് എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ബോൾഡായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. വാട്ട് പാഷനേറ്റ് ന്യൂ ബിഗിനിങ് ഈസ് കമ്മിങ് ഇൻ ടു യുവർ ലൈഫ്. ഇവിടെ നിങ്ങളോട് തന്നെ ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി എന്തൊക്കെ ന്യൂ ബിഗിനിങ് ആണ് സംഭവിച്ചേക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ളത്. ആ ഒരു അവസരങ്ങൾക്ക്, ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്ത് ആൻസറാണോ കിട്ടുന്നത് അത് നിങ്ങൾ എഴുതുക. കുറച്ച് സമയം റിഫ്ലക്റ്റ് ചെയ്യുക ആ ഒരു ആൻസറിനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഡെവിളിൻ്റെ എനർജിയാണ്. നമ്പർ 16 ആണ് വരുന്നത്. ഇവിടെ ഹംഗ്രി ഗോസ്റ്റ് ആണ്. ഒബ്സഷൻ, സ്കേസിറ്റി കോൺഷ്യസ്നെസ്, അറ്റാച്ച്മെൻറ്റ്. ഈ ഒരു സമയത്ത് ഒരു മെയിൻ പ്രശ്നം എനിക്ക് വരുന്നത് ഓവർ അറ്റാച്ച്മെൻ്റ് ആണ്. കുറച്ച് പേർക്ക് ടോക്സിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു കാര്യം ടോക്സിക് ആണ്. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഒന്നും കൊണ്ടുതരത്തില്ല. പക്ഷേ എന്തോ അത് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട്, ഒരു സുരക്ഷിതമായിട്ടുള്ള ആ ഒരു അതിർവരമ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രൊട്ടക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടാകാം. അതായത് ഞാൻ സേഫ് ആണോ, പ്രൊട്ടക്റ്റഡ് ആണോ, ആ ഒരു എനർജി നിങ്ങളെ ഓവറായിട്ട് മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്കേസിറ്റി കോൺഷ്യസ്നെസ്, അതായത് എൻ്റെ ഉള്ളിൽ കുറവുകളുണ്ട്, ആ ഒരു പോവർട്ടി മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ അബണ്ടൻസിൻ്റെ എനർജി, സമൃദ്ധിയുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. ഇത് വന്നിട്ട് മണി, ഫിനാൻസ് മാത്രമാകണം എന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ എൻ്റെ സിറ്റുവേഷൻ എന്തുമായിക്കോട്ടെ അതെല്ലാം എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്, എൻ്റെ വാല്യൂ എനിക്കറിയാം. ഓക്കെ, ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കൊണ്ടുവരിക. നിങ്ങളുടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ബോഡിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് എടുക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ആയിരിക്കാം, എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് നിങ്ങളുടെ സോളിന് പീസ് കൊണ്ടുതരുന്ന, ഹാപ്പിനെസ് കൊണ്ടുതരുന്ന ജോയ്ഫുൾ ആക്ടിവിറ്റി, സന്തോഷം നൽകുന്ന കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ്റെ മൂഡ്, എന്തെങ്കിലുമൊക്കെ ആഘോഷിക്കാനായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ചുറ്റും അവൈലബിൾ ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇത് പാസ്റ്റിലെ മെമ്മറീസ് ആണ്, പാസ്റ്റിലെ എനർജീസ് ആണ്. ഓക്കെ, അത് റിട്ടേൺ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജീനെ ഹെൽത്തി വേയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓൺലി തിങ് ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുക. കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങളും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഗിൽറ്റ് ഫീലിംഗ് ആയിട്ട്, എന്തെങ്കിലും വിഷമമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവിടെ ഒരു റീകൺസിലിയേഷൻ കൊണ്ടുവരാനായിട്ട്, പറഞ്ഞ ഒത്തുതീർപ്പ് കൊണ്ടുവരാനായിട്ട്, കോംപ്രമൈസിൻ്റെ എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.